ഡാഡി പ്രാർത്ഥിക്കാൻ എന്നും എല്ലാവർക്കും ഓരോ കാരണമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് മലയാളികൾക്ക് അടിക്കാനും എന്നും ഓരോ കാരണമുണ്ട്. സന്തോഷം വരുമ്പോൾ നമ്മൾ ലാർജ് അടിക്കും, സങ്കടം വരുമ്പോൾ ഡബിൾ ലാർജ് അടിക്കും, പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ലൈഫ് ഇച്ചിരി ലാഗ് അടിച്ച അതും വരുന്നത് ഇതുപോലൊരു സ്മോൾ അടിക്കും. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം, ഇത്ര സത്യസന്ധമായിട്ട് വിൽക്കുന്ന വേറൊരു സാധനം ഇല്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് റെക്കോർഡ് വിൽപ്പനയാണ്. ഗിന്നസ് ബുക്കിലൊക്കെ ഉണ്ടല്ലോ ഈ റെക്കോർഡ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വറയിടാത്ത 2 ബുക്ക് വർഷാവർഷം ഗിന്നസുകാർ വാങ്ങിക്കേണ്ട വന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളത് ശ്രദ്ധിച്ചോളും. നമ്മളിപ്പം ഈ ആരെങ്കിലും നമ്മൾ കാശ് കടം ചോദിച്ചാൽ തരത്തില്ല, പക്ഷെ അടിക്കാൻ മുദ്ര ചോദിച്ചാൽ അതവന്മാർ തരും. ഉദാഹരണത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ വാതിക്കെ മരുന്ന് വാങ്ങിക്കാൻ 50 രൂപ ചോദിച്ചാൽ ആരും തരത്തില്ല, പക്ഷെ ബാറിന്റെ വാതിക്കെ പോയിട്ട് അടിക്കാൻ 500 രൂപ ചോദിച്ചാൽ കാശും തരും, കൂടെ ഒരു കമ്പനിയും തരും. ഇപ്പൊ നമ്മൾ കല്യാണത്തിനൊക്കെ കള്ള് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഈ കള്ളിനെ പറ്റി ഒരുപാട് കള്ളത്തരങ്ങൾ മാട്രിമോണിയൽ സൈറ്റിൽ എഴുതി വിടുന്നുണ്ട്. എന്റെ കൂട്ടുകാരൻ നവീൻ, എന്റെ പൊന്നിച്ച് കല്യാണം കഴിക്കാത്ത നവീൻ, അവനവന്റെ മാട്രിമോണിയൽ പ്രൊഫൈൽ എഴുതി വെച്ചേക്കുവാണ് ടീ ടോട്ടലർ ആൻഡ് ദൈവഭയം ഉള്ളവൻ എന്ന്. ടീ ടോട്ടലറേ, അവൻ കള്ളിന്റെ ഗ്ലാസ് ചുണ്ടേന്ന് മാറ്റുന്ന സിഗരറ്റ് വലിക്കാനാ. അവനാണ് ടീ ടോട്ടലർ. പിന്നെ ദൈവഭയം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നോ, അവന്റെ കുമ്പസാരം പേടിച്ച് 2 വികാരിയച്ഛന്മാരാ ഞങ്ങളുടെ ഇടവകയിൽ സ്ഥലം മാറി പോയത്. അവര് ദൈവഭയമല്ല, ദൈവമാണ് അവനെ ഭയന്ന് കിടക്കുന്നത്. ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ കാരണവന്മാരെ കുറ്റം പറയുവാണെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. ഞങ്ങളുടെ വല്യപ്പന് കുടിയൊന്നുമില്ല, പുള്ളി നല്ല വലിയായിരുന്നു. വലി എന്ന് പറഞ്ഞു ഞാൻ അമ്മാതിരി വലി, അതായത് പുള്ളിന്റെ വലി കണ്ട് ഞാൻ 4 ശ്വാസകോശം പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 65 വയസ്സ് വരെ ഓടി നടന്നു വലിച്ചു. അവസാനത്തെ 5 വർഷം കിടന്നു വലിച്ചു. പക്ഷെ എന്റെ അപ്പന്റെ ജനറേഷനിലേക്ക് ഒന്നും ഇതൊന്നുമല്ല. അദ്ദേഹം വലിയൊന്നുമില്ല, അദ്ദേഹം കുടിച്ച് സർക്കാരിന് സംഭാവന തരുന്ന ആരായിരുന്നു. ഒരു ദിവസം കൂലിപ്പണി കഴിഞ്ഞ് നട്ടപ്പാതിലേക്ക് ബസ് ഇറങ്ങി കവല നോക്കുമ്പം ഇരുട്ടത്ത് ഒരു സ്റ്റീൽ പാത്രം ഇരിക്കുന്നു. ആരാ സ്റ്റീൽ പാത്രം കൊണ്ടുവച്ച ഒറ്റ ചവിട്ടി ഓട്ടിയിട്ട് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ വികാരിച്ചനും കമ്മിറ്റിക്കാരും വീട്ടിൽ വന്നപ്പോഴാണ് അത് സ്റ്റീൽ പാത്രമല്ല, ഇടവകക്കാർ പുതിയതായിട്ട് വെച്ച നേർച്ചപ്പെട്ടിയാണ്. അപ്പം ചവിട്ടി ചളിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ബാബ അച്ഛനൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷെ ആ കമ്മിറ്റിക്കാരൻ ചേട്ടൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അപ്പനെ ചേർത്ത് നിർത്തി പറഞ്ഞു, തോമസേ തന്തില്ലത്തരം കാണിക്കുവാണ് തലേന്ന് പറയണം. അങ്ങനെയാണ് നേർച്ചപ്പെട്ടിയുടെ അനാശ്ചാദനം ഞങ്ങൾ ഒരു ദിവസം കൂടെ വൈകിപ്പിച്ചേനെന്ന്. പക്ഷെ ഞാൻ അപ്പനെ കുറ്റം പറയത്തില്ല, കാരണം കള്ളു കുടിച്ചാൽ നമ്മൾ കുറച്ച് കുരുത്തൊക്കെ അടക്കം കാണിക്കണം. സത്യ സാധാരണ കള്ളു കുടിച്ചാൽ ചിലർ പാട്ട് പാടും, ചിലര് ഡാൻസ് കളിക്കും, ചിലര് IELTS പഠിക്കാതെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വരെ പഠിക്കും. കാരണം നമ്മൾ കുടിച്ചത് കള്ളാണ്, അല്ലാതെ കഞ്ഞിവെള്ളമല്ല. ഇപ്പൊ മഴ പെയ്യും, അതായത് ചിലരുണ്ട് അതിലെ നിങ്ങൾക്ക് അറിയാം, അർജുനൊക്കെ പ്രത്യേകിച്ച് അറിയായിരിക്കും. ചിലർ കുടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഈ മഴ പെയ്യാൻ നേരത്തെ കടച്ചെണ്ണ കയറി ചേട്ടന്മാർ നിൽക്കുന്ന നനയാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ. അതായത് മഴ തീരുമ്പോ അവരും ഇറങ്ങിപ്പോവും, കുപ്പി തീരുമ്പം ഇവരും ഇറങ്ങിപ്പോവും. അതായത് കുപ്പിക്കകത്ത് ഇച്ചിരിയെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സ്വന്തം അമ്മ ആശുപത്രിയിലാന്ന് പറഞ്ഞ് ഫോൺ പറഞ്ഞാലും ഇവന്മാര് പോകത്തില്ല, അവിടെ ഇരിക്കും തീരുന്നിടം വരെ. എന്നാ കുപ്പിയുടെ സാധനം തീർന്ന അടുത്ത സെക്കൻഡ് അവന്മാർ അപ്പൊ തന്നെ ഇറങ്ങി വീട്ടിലോട്ട്. ഈ പ്രണയമില്ലേ, പ്രണയത്തിൽ ടച്ചിങ് എത്ര പ്രധാനമാണോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വെള്ളവടിയിലെ ടച്ചിങ്സ്. അത് ചിലരുണ്ട് വെള്ളമടിക്കുമ്പം ടച്ചിങ്സ് എടുക്കും, വേറെ ചിലമാരുണ്ട് ടച്ചിങ്സ് തിന്നാൻ വേണ്ടി വെള്ളം അടിക്കും. ഇത് രണ്ടും പോട്ടെന്ന് നോക്കാം. വേറൊരു ഐറ്റം ഉണ്ട്, കള്ള് കൈ കൊണ്ട് വരാം, ടച്ചിങ്സ് മാത്രം തിന്നാൻ വേണ്ടി നമ്മുടെ കൂടെ കിട്ടിയിരിക്കും. അമാരെ നിങ്ങൾ വിശ്വസിക്കരുത്. അതായത് 5 പേർക്ക് തിന്നേണ്ട അച്ചാറൊക്കെ ഇവന്മാരുടെ അടുത്ത് വെച്ചാൽ ആവിയായി പോകും. ഈ മിച്ചറിട്ട് വെച്ചേക്കുന്ന പത്രക്കടലാസില്ലേ, അതുവരെ ഇവന്മാർ തിന്നു തീർക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാനുള്ളത്, അഖിലേ, നമ്മളൊക്കെ 2 അടിച്ചോണ്ടിരിക്കുമ്പോ 2 സ്ഥലം ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കും, 2 കപ്പലുണ്ട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കത്തില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച പോലെ സ്വാതന്ത്ര്യമായിട്ട് 2 അടിക്കാൻ ഇവന്മാരെയും ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. ഈ സോഷ്യൽ മീഡിയയിലെ ചില കള്ളുകുടിയെ പറ്റി ഉപദേശിക്കുന്ന ചില ചേട്ടന്മാരുണ്ട്, ക്ലാസ് എടുക്കും. നമുക്ക് നല്ല തടിച്ചിട്ട് വണ്ണമുള്ള മസിലൊക്കെ ഉള്ള ചേട്ടന്മാർ ക്ലാസ് എടുക്കും. അവർ പറയുന്നത് ഇത് ഹെൽത്തിയാണ്. എപ്പം ഇതിന്റെ കൂടെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളോടി ഹെൽത്തിയാണെന്ന് അവർ പറഞ്ഞു, വിഷമല്ലെന്നാ. ഇവരുടെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ വയറ്റിൽ ചെന്നിട്ട് ഈ കരളിന്റെ വാതൊക്കെ ഒരു കസേരയിട്ട് ഇങ്ങനെ എന്നിട്ട് ഈ മദ്യം ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുമ്പോ പറഞ്ഞു 251% സെയിൽസ് ടാക്സ് കൊടുത്ത് കള്ളു കുടിക്കുന്നവരാണ് നമ്മള്. നമ്മളോട്, എനിക്കടക്കമുള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ സയൻസ് പരീക്ഷയ്ക്ക് 1 മാർക്കിന് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയും എന്ന് പറഞ്ഞ പോലെ ഈ 1 ലിവറിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ നമ്മുടെ ലിക്കറിനെ തള്ളിപ്പറയും. വേറെ നിവൃത്തിയില്ല.
അടിച്ചു പഴുത്ത എന്റെ കൂട്ടുകാരോട് ഡോക്ടർ പറഞ്ഞു എന്താണെന്നറിയോ, കുടിച്ചാ നീ മരിക്കുന്ന, ഇനി കുപ്പി കണ്ട നീ മരിക്കുന്ന. എനിക്കും ആഗ്രഹമുണ്ട് നടി നിർത്തണമെന്ന്. പക്ഷെ എന്നാ ചെയ്യണം, സർക്കാർ എന്റെ പ്രോത്സാഹനം. സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ 6ാം തമ്പുരാനുള്ള ജഗന്നാഥന്റെ ആറ്റിറ്റ്യൂഡാ. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരുത്തനും ഈ കേരള കളിമംഗലം പുറത്തു പോകും. സർക്കാരിന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കിഫ്ബി കൊടുക്കുന്നതിലും കൂടുതൽ ഫണ്ട് നമ്മൾ കുടിയന്മാര് കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന് ഈ നാട്ടിൽ കാണുന്ന റോഡുകളും പാലങ്ങളും ഇല്ലേ, മിന്നിത്തിളങ്ങുന്ന റോഡുകളും പാലങ്ങളും എല്ലാം നമ്മളെ അടിച്ചു പഴുത്ത ചങ്കും കരളുമാണ്. ചങ്കും കരളും ഇതൊന്നും പോരാഞ്ഞിട്ട് ബാറിന്റെ സമയം 11 മണിയിൽ നിന്ന് 12 മണിയാക്കിയേക്കുക. അതായത് ഈ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഇന്ന് ഓവർ ടൈം പണി എടുത്തോണ്ടിരിക്കുക. നമ്മൾ കുടിയന്മാരുടെ അവസ്ഥ ആരും മനസ്സിലാക്കാൻ. ഇതെല്ലാം സഹിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുടിയൻ എന്നുള്ള വിളിയാ ബാക്കി. എന്നാ പെണ്ണുങ്ങൾ കുടിക്കത്തില്ലേ? അല്ലേ ശ്രുതി? പെണ്ണുങ്ങൾ തന്നെ കുടിക്കത്തില്ലേ? കുടിക്കുന്നവരുണ്ട്. ഈ കാര്യത്തിൽ മാത്രം കുടിയത്തി എന്ന് പറയത്തില്ല. സ്ത്രീ സമത്വം ഈ ഒരു കാര്യത്തിൽ ആർക്കും വേണ്ട, ബാക്കി എല്ലാത്തിനും വേണം. പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ പ്രകൃതിയിൽ പോലും ശ്രദ്ധിച്ചാൽ പറ്റും, കേരളത്തിന്റെ പ്രകൃതി പോലും കുടിയന്മാർക്ക് അനുകൂലമാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കി, രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പ്, ഒരു ചാറ്റൽ മഴ, മഞ്ഞ്. പ്രകൃതിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കല്ലെടുക്കാൻ വേണ്ടി കൊടം കമിഴ്ത്തി വെച്ചേക്കുന്ന തെങ്ങ്, പനയോല. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വിടുന്ന പരൽ മീനുകൾ, പള്ളത്തികൾ. ടച്ചിങ്സിന് ബെസ്റ്റാ. നല്ല ആൽക്കഹോളിക് പ്രകൃതി. ആരായാലും 2 അടിച്ചു. അമ്മാതിരി ക്ലൈമറ്റാ കേരളത്തിന്റെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടിക്കാതെ വീട്ടിൽ ഇരിക്കാന്ന് വെച്ചാലോ അതും പറ്റത്തില്ല. ഇപ്പം വൈറ്റില്ല മെട്രോയുടെ ഒക്കെ താഴെ തന്നെ ബിവറേജ് തുറന്നു വെച്ചേക്കുക. അവിടുന്ന് ഞാനൊരു കുപ്പി വാങ്ങിച്ച് പുറത്തോട്ടിറങ്ങുന്നത് അച്ചാറ് കട. ഒരു അച്ചാറ് വാങ്ങിച്ച് ആ കക്ഷത്തിലും കുപ്പി ഈ കക്ഷത്തിലും നേരെ എസ്കലേറ്ററെ കയറി മോളിൽ ചെന്ന് കഴിയുമ്പോൾ AC മെട്രോ. ഈ കുപ്പിയും പിടിച്ച് വീട്ടിൽ ചെന്നിറങ്ങി സുഖമായിട്ട് ആരെങ്കിലും വീട്ടിൽ ഇരുന്ന് 2 അടിച്ചു പോകത്തില്ലേ? അതാണ് കാലാവസ്ഥ. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് അടിയെല്ലാം നിർത്താൻ വേണ്ടി പുറത്തോട്ടിറങ്ങി. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട്. പുള്ളി കോട്ടൊക്കെ ഇട്ട് ടൈ ഒക്കെ ഇട്ട് പറഞ്ഞു, നെൽസ നീ മദ്യപിക്കരുത്, മദ്യപിച്ചാൽ നിന്റെ ഓറ പോകുന്നു. മദ്യപിച്ച് ചെയ്യുമ്പോ എന്റെ ഈ ഉടുതുണി കഴിഞ്ഞു പോയാൽ എനിക്ക് കുഴപ്പമില്ല, പിന്നെ ആ ഓറ. അയലോക്കത്തെ ഡോക്ടർ എന്നോട് പറയണേ, എന്റെ പൊന്നു നെൽസ മോനെ നീ കുടിക്കല, നിനക്ക് കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ബീച്ചിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി, റിലാക്സേഷൻ കിട്ടുന്നു. ഞാൻ ഒരാഴ്ച കുടിക്കാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചെറായി ബീച്ചിൽ പോയി റെസ്റ്റ് എടുത്തു. തിരമാല വന്ന് പാറയിൽ അടിക്കുന്നു, പതഞ്ഞ് മുട്ടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ബിയർ ഓർമ്മ വന്നു. അപ്പൊ തന്നെ 2 വാങ്ങിച്ചു. 3 മാസം മുമ്പ് ഞാനും എന്റെ കൂട്ടുകാരെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് കുടി നിർത്തി കേട്ടോ. ഗ്രൂപ്പായിട്ട് കുടി നിർത്തിയിട്ട് ഞങ്ങൾ ആ പൈസ സേവ് ചെയ്ത് ആ കാശിന് ആലപ്പുഴയിൽ നമ്മുടെ ഹൗസ് ബോട്ട് എടുത്ത് ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇവിടെ തണുത്ത കള്ള് കിട്ടുന്ന ഒരു ഷാപ്പ് ഉണ്ടെന്ന്. 3 ദിവസം കഴിഞ്ഞപ്പോ ബോട്ടിലെ തൊഴിലാളികൾ ഞങ്ങൾ ഓട്ടോ പിടിച്ച് വീട്ടിൽ കൊണ്ട് നാക്കുക. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരും ഉണ്ട്. അതായത് സർക്കാരിനെ ഞാൻ കുറെ ആയിരിക്കാൻ പറ്റത്തില്ല. കാരണം മദ്യവർജനം നടപ്പിലാക്കും എന്ന് പറഞ്ഞ സർക്കാർ പോലും 1,000 ബാർ ഓപ്പൺ ചെയ്ത നാടായത്. പിന്നെ ആരെ കുറ്റം പറയാനാ? എല്ലാം പഠനം നോക്കാം. ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും കോമഡി മാസ്റ്റേഴ്സ് പറയാന്ന് വെച്ചാലോ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടുത്തെ ആൺകാരുടെ അപ്പനാണ് ഇവിടുത്തെ കുടിയന്മാരുടെ പ്രസിഡന്റ്. ആരോട് പറയാൻ? കറക്റ്റ് സ്ഥലത്താ ഞാൻ വന്ന് പെട്ടേക്കുന്നത്. കറക്റ്റ് സ്ഥലത്ത്, ബെസ്റ്റ് പ്ലേസ്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് എനിക്കറിയാം ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യനാണ്. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോ. മദ്യവർജനം വേണോ വേണ്ടയോ? കാരണം ഇത് അളവിലടിക്കുന്നവരുണ്ട്, അലമ്പായിട്ട് അടിക്കുന്നവരും ഉണ്ട്. പക്ഷെ എന്റെ കുഞ്ഞിലെയൊക്കെ ഉണ്ടല്ലോ ഈ കാരണവന്മാരെ കള്ളു കുടിച്ച് വിശേഷ ദിവസങ്ങൾ അലമുണ്ടാക്കുന്നത് കണ്ടിട്ട് ക്രിസ്മസും പള്ളിപ്പെരുന്നാളും എന്റെ പൊന്നെ വന്നേക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചൊരു ബാല്യമായിരുന്നു എനിക്കുള്ളത്. ആ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഈ മദ്യവർജനം പടിപടിയായിട്ടെങ്കിലും പയ്യെ കേട്ടോ, എനിക്ക് തിരക്കൊന്നുമില്ല, പടിപടിയായിട്ടെങ്കിലും നടപ്പാക്കുന്നതാണ് നല്ലത്. കാരണം സർക്കാരിന് ഇതുകൊണ്ടുണ്ടാകുന്ന ലാഭത്തിന്റെ ഇരട്ടി നഷ്ടം സമൂഹത്തിന് ഇതുകൊണ്ടുണ്ട്. ഇപ്പൊ നമ്മളറിയാം ഓപ്പറേഷൻ തൂഫാൻ, മാരക ലഹരിക്കെതിരെ നർക്കോട്ടിക് ഹണ്ട്, അതൊക്കെ ഇനി വരും തലമുറകൾ പോലും ഓർത്തിരിക്കുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയൊക്കെ രക്ഷിക്കുന്ന പടിപടിയായിട്ട് മദ്യനിരോധനം നടപ്പിലാക്കുന്ന ഒരു മൂവ്മെന്റ് സർക്കാരിൽ നിന്നും കുഞ്ഞുങ്ങളും കുടുംബങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ജവാൻ ജയ് കിസാൻ. ജയ് കിസാൻ. ഓക്കെ, ജവാൻ ഏതാണ്? ഇതൊക്കെ ഒരു കൃഷിയല്ലേ? സൂപ്പർ നെൽസൺ, സൂപ്പർ.
തുടക്കന്നെ നമ്മളെ ആ നേരെ ബാറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി. പിന്നെ അഫ്കോഴ്സ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ അഖിൽ, കുട്ടി അഖിലിന് മാത്രമേ എന്തെങ്കിലും ഇതിനെ പറ്റി കുറച്ചും ആഴത്തിൽ ഇറങ്ങി പറയാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞു വന്നപ്പോഴേ ബാക്കിയിരിക്കുന്നവരെല്ലാം മാന്യന്മാര്. അല്ല, ഞാൻ എന്നെ പറ്റിയേ പറയുള്ളൂ. പിന്നെ അത് ചേച്ചിയില്ല. ചേച്ചി ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ച ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യത്തിനും സമത്വമുണ്ട്. കറക്റ്റ് നെൽസൺ എന്നത് പറഞ്ഞു. എനിക്ക് 100 ചുവപ്പ് ചുംബനങ്ങൾ. മദ്യപിച്ച ആണുങ്ങൾ നടന്ന അവര് കുടിയന്മാർ. ഈ നാട്ടിൽ പെണ്ണുങ്ങൾ കുടിക്കുന്നുണ്ട്. അവരെ എന്തുകൊണ്ട് കുടിയത്തി എന്ന് വിളിക്കുന്നില്ല? അല്ല, ഈ ബിവറേജിൽ ക്യൂവിൽ അങ്ങനെ പെണ്ണുങ്ങൾ അധികം കാണാറില്ല. ആര് പറഞ്ഞു ബിവറേജിൽ ക്യൂല് പെമ്പിടറെ കാണാനല്ല? നീ ആ വൈറ്റിലെ ഹബിന്റെ താഴെ വാ. വൈറ്റിലെ ഹബിന്റെ താഴെ, അതായത് തറയിൽ ചോറിട്ടുണ്ടാം ആ രീതിയിൽ തിളക്കമുള്ള ടൈൽസ് ഒക്കെ ഇട്ട് നമ്മൾ അമേരിക്കയിലും ദുബായിലും മാത്രം കാണുന്ന രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ് പ്രകൃതിയിലുള്ള ഒരു ബിവറേജ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കിയാൽ നീ കാണുന്ന എന്താണെന്നറിയാം? 150 ആൺപിള്ളേരുണ്ടെങ്കിൽ 40 പെമ്പിള്ളേരെ അവിടെ കാണും. നിങ്ങൾ അവർ ആരെ വായി നോക്കാനാണ് പോയത്? ആരെ വായിക്കണോ? സാധനം എടുക്കാൻ പോയി. അതിനകത്താണ് ഇപ്പൊ പെമ്പിള്ളേരും ആമ്പിള്ളേരും വന്നിട്ട് സംസാരിക്കുന്നത്. പാർക്കാണത്. മേ ആയി എന്താ മേയായി? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പേര് വരാത്തതിന്റെ സംസാരിക്കുന്നത് നിന്റെ അച്ഛന്റെ മനസ്സിലായി. അല്ല, അപ്പന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു പേര് വരാത്തതിന്റെ ഒരു റീസൺ, എന്റെ അപ്പൻ എപ്പോഴും റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ റോട്ടിലടിച്ച് നടക്കുന്നതിനല്ല. അതാണ് അവൾ ഉദ്ദേശിച്ചത്. ഒരു എന്താ പറയുന്നത്, ഒരു പെർസെന്റേജ് എടുക്കുകയാണെങ്കിൽ കൂടുതലും കാണുന്നത് പുരുഷന്മാരായിരിക്കാം ഈ വെള്ളം അടിച്ച് കിടക്കുന്നതോ അല്ലെങ്കിൽ ഭാര്യമാരെ എടുത്ത് തല്ലുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നത് കൂടുതൽ കേൾക്കുന്നത്. കേരളത്തിന്റെ പല വീട്ടിൽ നിന്നും പുറത്തേക്ക് കേൾക്കാത്ത ആണുങ്ങളുടെ ശബ്ദം പല വീട്ടിലും വീട്ടമ്മമാര് തലകുത്തിനെടുത്ത് ചെരവയ്ക്ക് തലകുടിച്ചിട്ടേക്കുന്ന ചേട്ടന്മാരുണ്ട്. പക്ഷെ എന്താ കുടിച്ചിട്ട്? പക്ഷെ ഒരാണുങ്ങളും ഇന്നേ വരെ അത് പുറത്തു പറഞ്ഞില്ല. ഇവിടെ ഭയങ്കര ചിരി. എന്താടാ നിങ്ങൾ കെട്ടിയിട്ടില്ല? നിങ്ങളുടെ ഗേൾഫ്രണ്ട്സ് എങ്ങനെ അടിക്കാറുണ്ടോ? നിങ്ങൾ വളരെ ന്യൂനപക്ഷമായ സ്ത്രീകളുടെ രോദനം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഒരു ബഹുഭൂരിപക്ഷം പുരുഷന്മാർ ഇപ്പോഴും വീട്ടുതടങ്ങളിൽ കിടന്ന് അടികൊള്ളുന്നുണ്ട്. അറിയാം. പിന്നല്ലാതെ അല്ലേ മക്കളെ? അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ശരി, സമ്മതിച്ചു. അവള് പറഞ്ഞ ഭയങ്കര കറക്റ്റ് ആണ്. നിങ്ങൾ റോഡ് സൈഡില് എത്ര പെണ്ണുങ്ങള് മദ്യപിച്ച് ബോധം കെട്ടി കിടക്കുന്നുണ്ടാവും. പക്ഷെ അതേസമയം എത്ര ആണുങ്ങളെ നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. പണ്ടായിപ്പോ ഇപ്പോഴൊന്നും അറിയാമോ? വീട്ടിലടിച്ച് വീട്ടിൽ കിടക്കുക, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അത് നമുക്കൊക്കെ അടിച്ചിട്ട് റോഡ് വരെ എത്താമെങ്കിലും കാലം ഉറക്കലുണ്ട്. ഇറങ്ങാൻ പറ്റില്ല. എവിടെ ഇരുന്ന് അടിക്കുന്നോ അവിടെ കിടക്കാണ്. പറയുന്നോണ്ടെന്ന് തോന്നുന്നില്ല. എന്തോ പറഞ്ഞു? എന്റെ സ്റ്റാൻഡപ്പ് കണ്ടപ്പോ 2 അടിക്കാൻ തോന്നുന്നു. അതെന്താ പറയാ, ഇപ്പോഴത്തെ കാലാവസ്ഥ വരെ നന്നായിട്ട് വർണ്ണിച്ച് അത് നമ്മള് എന്താ പറയാ, ആൾക്കാരിപ്പോ കാണുന്ന പ്രേക്ഷകർക്ക് വരെ തോന്നിണ്ടാവും ഒന്ന് പക്ഷെ ഇതൊരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. റെസ്പോൺസിബിൾ ആയിട്ട് ഡ്രിങ്ക് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ ഒറ്റയടിക്ക് എപ്പോഴും ഇങ്ങനെ കള്ളു കുടിച്ച് എല്ലാ ദിവസവും കള്ളു കുടിച്ച് ആരോഗ്യം കളയാതെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റൈലൊക്കെ കാണുന്ന പോലെ അപ്പറ്റൈസർ പോലെ വല്ലപ്പോഴും ഇടയ്ക്ക് 1 or 2 അടിക്കുക. ഭാര്യമായിട്ട് വീട്ടിലിരിക്കുക, ഭാര്യമാരെ എടുത്ത് തല്ലാലെ പിള്ളേരുടെ അടുത്തത് എന്താ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനത്തെ രീതിയിൽ പോയി മറ്റൊരു നമ്മുടെ മെഡൽ ഓബ്ലാങ്കെട്ടിക്ക് കിക്ക് കിട്ടുന്നിടം വരെ ചെയ്യാതെ അത് മാന്യമായിട്ട് രീതിയിൽ ബാക്കിയെല്ലാം ഓക്കെ. പക്ഷെ യൂറോപ്യൻ കൾച്ചർ സംസ്കാരം വിട്ടിട്ട് നമുക്കൊന്നും വേണ്ട. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. തന്നെ അതിനൊരു വലിയൊരു കൈയ്യടി തീർച്ചയായിട്ടും. ബിക്കോസ് നമ്മൾ പറയില്ലേ, അതിപ്പോ വരാൻ പോണ, ബിക്കോസ് എനിക്കൊരു മോളുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് വരാൻ പോണ കുട്ടികൾക്ക് ഒരു വലിയൊരു നമ്മളൊരു നല്ലൊരു ഹെൽത്തി ലൈഫ് കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ സർക്കാരുമായി തന്ന ഒരു പദ്ധതികൾ എന്തായാലും ആക്റ്റീവ് ആയേ പറ്റും. അതേപോലെ നെൽസൺ പറഞ്ഞ പോലെ അതേ രീതിയിൽ നമ്മുടെ കുടിയന്മാർക്കും വേണ്ടി ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് നമ്മുടെ സർക്കാർ ഇറക്കട്ടെ എന്ന് അവൻ പറയുന്നത് അത്യാവശ്യമല്ല. അത്യാവശ്യമില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ ജയ് ജവാൻ ജയ് കിസാൻ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.